എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇട്ടെടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയാണ് ഇട്ടെടുക്കുന്നത്. ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വറുത്ത് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം. നല്ലോണം വയന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഇട്ടെടുക്കുന്നത്. പച്ചമുളക് നടു കീറിയിട്ട് ഇതേപോലെ 2 കഷ്ണമാക്കാതെ ഇതേപോലെ ഇട്ടെടുക്കുക. ഇനി വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റൈസിന് നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കഴുകി ഊറ്റി വെച്ചതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം. ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരാനാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷമാണ് തുറന്ന് നോക്കേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്തിട്ടുള്ള അണ്ടിയും മുന്തിരും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. സാധാരണ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നെയ്ച്ചോറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്